ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. ഇത് മോളെ നിശ്ചയത്തിന് വന്നവർക്കുള്ള വെള്ളം നമ്മൾ ജ്യൂസ് കസ്കസൊക്കെ ഇട്ടിട്ടുള്ളത് സെറ്റാക്കിയതാണ് കേട്ടോ. പിന്നെ അവളെ മിഠായി കൊടുക്കൽ അന്ന് ഒരു ടവർ മിഠായിയും അല്ലാണ്ട് എന്താ മറ്റേ ഇതിന് എന്താ പറയുക, എന്തോന്ന് പറയലുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ അകത്തും എല്ലാത്തിലും ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു മിഠായി കൊടുക്കൽ അത്ര ഗംഭീരമായിട്ടുള്ള മിഠായി കൊടുക്കലായിരുന്നു കേട്ടോ. പിന്നെ അവരെ ഫാമിലിയിൽ നിന്ന് 60ൻ്റെ മുകളിൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു ബസ് ആൾക്കാർ വന്നിരുന്നു. ഞങ്ങളെ വീട്ടിൽ 2 അമ്മോൻ്റെ ഭാര്യമാരും അമ്മോമാർ വൈകിട്ടാണ് വന്ന്. ഒരു ജോലിക്ക് പോയതുകൊണ്ട്. പിന്നെ ഞങ്ങളെ കൂടെ പഠിച്ചൊരു സുഹൃത്ത് ഓനുണ്ട് അതിന് ഹെൽപ്പിന്. പിന്നെ അനിയത്തി, ഓളെ മക്കൾ, ഞാൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെയൊന്നും വിളിക്കാൻ പറ്റിയില്ല. അതിനുള്ള സാഹചര്യവും സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്നവരെ നല്ലപോലെ സ്വീകരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ നോക്കി പറഞ്ഞയച്ചു. അപ്പോൾ മോള് മിഠായി കൊടുക്കൽ ഓളോടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുപ്പിക്കുകയാണ് കേട്ടോ. ഓളും ഞാനും ഒക്കെ എല്ലാവരും കിളി പോയ അവസ്ഥയിലാണ് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോരുത്തർ കാണുമ്പോൾ. നമ്മൾ ഒറ്റ മോളല്ലേ, അപ്പോൾ വലിയ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ഇത് നടന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ആഗ്രഹം നടന്ന പോലെ തന്നെയാണ്. അപ്പം എല്ലാം നല്ല രീതിക്ക് സാധിച്ചു. മകളും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയായിരുന്നു കേട്ടോ. പ്രശ്നങ്ങളും പ്രതിവിധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം നല്ല രീതിക്ക് റെഡി ആയി കിട്ടി. പിന്നെ അത് പൊളിച്ചെടുക്കാനൊന്നും മോൾക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട് അവളെ ആങ്ങളാണ്, അനിയത്തിൻ്റെ മകനാണ്, അവനാണ് ഒക്കെ എടുത്തു കൊടുക്കുന്നതൊക്കെ. തലേന്ന് ഞങ്ങൾ ഫുള്ള് വീട് കുറച്ചൊക്കെ ഉള്ളിൽ ഇത് ഇങ്ങനെ കർട്ടനൊക്കെ ആദ്യം ഉള്ളതാണ് വീട്ടിൽ. അതിൻ്റെ ബലൂണും അതും ഇതൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തു. ഇതാണ് അവൻ കൊടുത്ത ഡ്രസ്സ്, പാർട്ടി വെയർ ഡ്രസ്സും ഷൂ ഒക്കെ ഓൾക്ക് കൊടുത്തത്. പിന്നെ ഈ സമയത്ത് ഓന് നാട്ടിലില്ല കേട്ടോ, ഓന് ഒമാനിലായിരുന്നു. ഓന് അവിടുന്ന് വീഡിയോ കോൾ ചെയ്തു. ആ സമയത്ത് പിന്നെ ഇത് ഫോണും അവൻ കൊടുത്ത് വീഡിയോ കോൾ ചെയ്തിട്ട് അവളോട് സംസാരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അതാണ് ഒരു അമ്മായി, ഇതൊരു അനിയത്തിൻ്റെ മോന്. പിന്നെ അവിടെ ബാക്കിലൊരു അമ്മായി ഇരിക്കുന്നുണ്ട്. പിന്നെ നട്ട്സും ഇങ്ങനത്തെ ഒരു ബോക്സിൽ ഡിസൈനായിട്ട് അതുണ്ട്. എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് വീണ്ടും ഇതൊക്കെ കാണിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇതൊന്നും കാണിക്കാനും പറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ടോ. ഓഗസ്റ്റ് 10-നായിരുന്നല്ലോ നിശ്ചയം കഴിഞ്ഞ. 1 ഇയർ ആയി. ഇതൊക്കെയാണ് അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയിരുന്നതെന്ന്. പിന്നെ അവരെ ഫാമിലിയിൽ നിന്ന് കുറേ ആളുകൾ ഡ്രസ്സ്, പിന്നെ ഓൻ കൊടുത്ത ബാഗ്, കുറേ ആളുകൾ ഡ്രസ്സ്. ഓൾക്ക് ഇവിടെ ഡ്രസ്സൊക്കെ മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൽ കുറവാണ് അത്യാവശ്യത്തിന്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ടും അധികം ഞങ്ങൾ പോകാനും നിൽക്കാറില്ല. ചിലവ് ഞങ്ങൾ ചുരുക്കി ജീവിക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഓളെന്തെങ്കിലും പാസ്സായി മാർക്കൊക്കെ വാങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അവൾക്ക് വാങ്ങിക്കൊടുക്കും എന്നല്ലാതെ വലിയ മോഡലാക്കിയൊന്നും കൊണ്ട് നടക്കലൊന്നുമില്ല കേട്ടോ അവളെ. പിന്നെ കല്യാണത്തിൻ്റെ ടൈം ആയപ്പോഴാണ് ഒക്കെ മാറ്റം വന്നത്. പിന്നെ അവൾ ഡിപ്ലോമ ലെവലിലേക്ക് പഠിക്കാൻ പോയപ്പോഴാണ് കുറച്ചൊക്കെ മാറ്റം വന്നത്. അപ്പോൾ +2 വരെ ഞാൻ തന്നെ ഞാൻ തന്നെ എൻ്റെ വണ്ടിമേൽ കോളേജിൽ കൊണ്ടുവരും. സ്കൂൾ ലെവലാണെങ്കിലും ഞാൻ തന്നെ വണ്ടി എടുത്ത് രാവിലെ കൊണ്ടുപോയാക്കും, വൈകിട്ട് തിരിച്ച് കൊണ്ടുവരും. അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഡ്രസ്സൊക്കെ കൊടുത്തിരുന്നത്. ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ കൊടുക്കുമ്പോഴൊക്കെ വലിയ ആഘോഷമാണ് കേട്ടോ. വീട്ടിൽ ഹോളൊന്നും ഇത്രയും ആൾക്കാരെ കൊള്ളുന്നില്ല കേട്ടോ. എന്നിട്ട് ഓൻ്റെ ഫാമിലീനെ ഈ ഹോളൊന്നും കൊള്ളില്ല. പിന്നെ സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ അവിടെയൊക്കെ കയറി നിന്നു.